സമാധാന കരാറിലേക്ക് അടുക്കുകയാണെന്ന അവകാശവാദവുമായി വീണ്ടും ട്രംപ്. സമ്പുഷ്ട യുറേനിയം കൈമാറാമെന്നാണ് ഇറാൻ സമ്മതിച്ചു എന്ന് ട്രംപ് പറയുന്നത്. ന്യൂക്ലിയർ ഡസ്റ്റ് തിരികെ നൽകാം എന്നവർ സമ്മതിച്ചു എന്നാണ് തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്. ആണവായുധ മോഹം ഇറാൻ ഉപേക്ഷിക്കും. അതുമാത്രമല്ല 20 വർഷം എന്നുള്ള കണക്കും, അതുമാത്രമല്ല 20-ന് മുകളിൽ സമയം ഇനിയുള്ള ഭാവിയിൽ ഒരിക്കലും ആണവായുധങ്ങളുമായി ഇറാൻ മുന്നോട്ട് വരില്ല. ആണവ സാമഗ്രികൾ കൈമാറും എന്നും ട്രംപ് പറയുന്നു. ഒപ്പം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്ന് ലോകരാജ്യങ്ങൾക്ക് നൽകാൻ ഇറാൻ യാതൊരു ഉപാധികളുമില്ലാതെ സമ്മതിച്ചു എന്നും ട്രംപ് പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗജന്യമായി എണ്ണ നൽകുമെന്ന ഉറപ്പും അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ നേരിട്ട് താൻ ഇസ്ലാമാബാദിലെത്തി കരാറിൽ ഒപ്പുവെച്ചും, പക്ഷേ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം. ഇതൊക്കെ ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് വീണ്ടും ആക്രമണം എന്ന് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാൻ അംഗീകരിക്കാൻ പറ്റുന്ന ആവശ്യങ്ങളാണോ ഇതൊക്കെ നേരത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഈ ട്രംപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളിലൂന്നിയാണ് ഈ തർക്കം ഇങ്ങനെ തുടരുകയും യുദ്ധത്തിലേക്കും മറ്റും എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് അംഗീകരിക്കത്തക്ക രീതിയിൽ ഒരു തരത്തിലും ഇറാൻ അനുവദിക്കാൻ ഇടയില്ലല്ലോ. ഒരിക്കലുമില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചതല്ലാതെ ഇറാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുള്ളതായിട്ട് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ട്രംപ് പല കാലയളവിൽ പല അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പുതിയൊരു അവകാശവാദമായി മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചർച്ചകൾ വഴിമുടങ്ങി പോകാനുള്ള പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാരണങ്ങളിലൊന്നായിരുന്നു ഈ ആണവോർജം സംബന്ധിച്ചുള്ള വിഷയം. അതായത് US ഇറാന് മുന്നിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് അടുത്ത 20 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത്. 2015 അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതിൽ നിന്ന് ട്രംപ് സ്വമേധയാ പിന്മാറിയാണ് ഇപ്പോഴുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഉപാധിയിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ട്രംപ് പറയുന്നത് 20 വർഷത്തേക്ക് ഒരു ആണവോർജം ഇറാൻ കൈവശം വയ്ക്കാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ട്രംപ് പുതുതായി ഉന്നയിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത് 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ഭാവിയിൽ ഒരിക്കലും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കരുത് എന്നുള്ള ഒരു കരാറിലേക്കാണ് നിലവിൽ എത്തിച്ചേരാൻ പോകുന്നത്. അത് സംബന്ധിച്ച് ഇറാൻ നിലവിൽ പല വ്യവസ്ഥകളും സമ്മതിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം ഈ വ്യവസ്ഥയും അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ചർച്ച വഴിമുറങ്ങി പോയത് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ തന്നെയായിരുന്നു. ഇറാൻ പറയുന്നത് ഈ 20 വർഷമൊന്നും തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അടുത്ത 5 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്നൊരു വ്യവസ്ഥയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് അമേരിക്കയ്ക്ക് ഒരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ ചർച്ച പാതി വഴിയിൽ ഈ പരാജയപ്പെടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. നിലവിൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ആണവായുധം കൈവശം ഇറാൻ വയ്ക്കില്ല. അതുപോലെ അമേരിക്ക അവരുടെ നിരവധി B2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആണവ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ന്യൂക്ലിയർ ഡസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ ഇറാന്റെ കൈവശമുള്ള യുറേനിയം, അത്തരം കാര്യങ്ങളെല്ലാം US-ന് കൈമാറണം. അത്തരം ഒരു വ്യവസ്ഥകളാണ് ട്രംപ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ ആദ്യഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ചർച്ചകൾ മുടങ്ങി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഇത്തരം കടുംപിടുത്തങ്ങളായിരുന്നു. 5 വർഷം എന്നുള്ള ഒരു സമയപരിധി ഇറാൻ പറഞ്ഞിട്ടും അത് അംഗീകരിച്ചില്ല. ഇപ്പോഴിതാ വീണ്ടും 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ്. പിന്നെ ഹോർമുസിന്റെ വിഷയം, അതൊക്കെ ഇതൊക്കെ ഇറാൻ പിന്നീടും കുറച്ചെങ്കിലും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യവസ്ഥ യാതൊരു ഉപാധികളുമില്ലാതെ ഹോർമുസ് തുറക്കണമെന്നതാണ്. പക്ഷേ ഇറാൻ പറയുന്നത് IRGCയുടെ ഒരു നിയന്ത്രണം ഹോർമുസിൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഹോർമുസ് അടക്കമുള്ള പല വിഷയങ്ങളിലും പിന്നെയും വിട്ടുവീഴ്ച ഉണ്ടായാലും ഈ ആണവായുധം സംബന്ധിച്ചുള്ള വിഷയം അത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പാകിസ്ഥാനോടാണ് ഇത്തരത്തിൽ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. അപ്പോൾ അസീം മുനീറിനോടും ഇറാൻ തങ്ങളുടെ പുതുതായിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി തങ്ങൾക്ക് പറയാനുള്ള 2 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.